തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ സ്പോർട്സ് ഇനങ്ങളിൽ 223 പോയിന്റ് നേടി തലക്കാട് പഞ്ചായത്ത് 1-ാം സ്ഥാനത്തും തുപ്രംകോട് വെട്ട പഞ്ചായത്തുകൾ 2-3 സ്ഥാനത്ത് തുടരുന്നു. മികച്ച സംഘാടനമുണ്ടായിട്ടും കലാമത്സരങ്ങളിൽ പങ്കാളിത്തം കുറഞ്ഞു വരുന്നതായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പറഞ്ഞു. ടൂൾ മാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മറവട്ടം റോഡ്, ആലത്തിയൂർ. ഡിസംബർ 8-നാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായത്. സ്പോർട്സ് ഇനങ്ങളിൽ 223 പോയിന്റ് നേടി തലക്കാട് പഞ്ചായത്ത് 1-ാം സ്ഥാനത്തും തൃപ്രങ്ങോട് വെട്ടം പഞ്ചായത്തുകൾ 2-3 സ്ഥാനത്ത് തുടരുന്നു. കലാമത്സരങ്ങൾ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡിസംബർ 17 മുതൽ 26 വരെയാണ് കലോത്സവം നടക്കുന്നത്. തിരൂരിന്റെ മികച്ച പ്രാതിനിധ്യം കലാമേളയ്ക്കുണ്ടാവുമെന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പറഞ്ഞു. കേരളോത്സവം കഴിഞ്ഞ 8-ാം തീയതി ആരംഭിച്ച് ഇന്ന് കലാമത്സരങ്ങളോടുകൂടി സമാപിക്കുകയാണ്. കളരിപ്പയറ്റ് മത്സരവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. 8-ാം തീയതി അത്ലറ്റിക് മത്സരങ്ങളോടുകൂടി ആരംഭിച്ച കലോത്സവം ഇന്ന് അവസാനിക്കുമ്പോൾ ഇതുവരെയുള്ള മത്സരങ്ങളിൽ അത്ലറ്റിക് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി തലക്കാട് ഗ്രാമപഞ്ചായത്താണ് മുന്നിട്ട് നിൽക്കുന്നത്. തലക്കാട് പഞ്ചായത്ത് സ്പോർട്സ് ഇനങ്ങളിൽ 154 പോയിന്റ് അടക്കം നേടി 223 പോയിന്റോടുകൂടി 1-ാം സ്ഥാനത്തും, അതോടൊപ്പം തന്നെ വെട്ടം ഗ്രാമപഞ്ചായത്ത് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് 196 പോയിന്റ് നേടി 2-ാം സ്ഥാനത്തും, വെട്ടം ഗ്രാമപഞ്ചായത്ത് 160 പോയിന്റ് നേടി 3-ാം സ്ഥാനത്തും നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റു കലാമേളകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക്, ചെറുപ്പക്കാർക്കെല്ലാം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനമാണ് കേരളോത്സവം. ആ കേരളോത്സവത്തിന്റെ മാറ്റ് എല്ലാ കൊല്ലവും കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ചെറിയ സങ്കടം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. വലിയ രൂപത്തിൽ സംഘാടനം നടത്തിയിട്ടും മത്സരാർത്ഥികളുടെ എണ്ണമൊക്കെ പല ഇനങ്ങളിലും കുറഞ്ഞു വരുന്ന, നേരത്തെയുള്ള വാശിയും ഇതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. വരും വർഷങ്ങളിലെങ്കിലും നമ്മളെ ക്ലബ്ബുകൾ, അതേപോലെ തന്നെ ഇതിൽ താല്പര്യമുള്ളവരെല്ലാം ഈ കേരളോത്സവത്തെ മികച്ച രീതിയിൽ നടത്താൻ സാധിക്കണം. മികച്ച സംഘാടനമുണ്ടായിട്ടും കലാമേളകൾക്ക് മാറ്റു കുറഞ്ഞു വരികയാണെന്നും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ കൂട്ടിച്ചേർത്തു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.